വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് 12:30 തൗബാലിൽ നിന്ന് തുടങ്ങുന്ന യാത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയുള്ള പര്യടനം പൂർത്തിയാക്കി മാർച്ച് 20 മുംബൈയിൽ സമാപിക്കും. രാഷ്ട്രീയ യാത്ര അല്ല എന്നാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വിശദീകരണം. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കശ്മീരിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ യാത്ര നടത്തുന്നത്. മണിപ്പൂരിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, ഭാരത് ജോഡോ യാത്രയുടെ 2ാം എഡിഷന് ഇന്ന് തുടക്കമാവുകയാണ്. മണിപ്പൂരിലെ തൗബാലിലെ 12 മണിക്ക് കെങ്ജോങ് എന്ന ഒരു യുദ്ധ സ്മാരകത്തിൽ വെച്ചാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര 66 ദിവസം പൂർത്തിയാക്കി ഏതാണ്ട് 6000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് മുംബൈയിൽ അവസാനിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കടന്നു പോകുമ്പോൾ മണിപ്പൂർ കലാപം, അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെതായ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളടക്കം നടത്തിക്കൊണ്ടാകും രാഹുൽ ഗാന്ധി യാത്ര നടത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള യാത്രയല്ല എന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നതെങ്കിൽ പോലും നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര നടത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു കർണാടകയും അതോടൊപ്പം തെലങ്കാനയും വിജയിക്കാൻ സാധിച്ചത്. സമാനമായ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി വീണ്ടും യാത്ര നടത്തുന്നത്. ഇന്നത്തെ യാത്രയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം തന്നെ PCC അധ്യക്ഷന്മാർ, കൂടാതെ നിയമസഭാ കക്ഷി നേതാക്കൾ അടക്കം ഇന്നത്തെ യാത്രയിൽ പങ്കെടുക്കും. അതിനുശേഷം ഇന്ന് തൗബാലിൽ ആരംഭിക്കുന്ന യാത്ര മണിപ്പൂർ അതിർത്തിയിൽ വെച്ച് സമാപിക്കും. പിന്നീട് നാളെ മാത്രമേ നാഗാലാൻഡിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെയും അവിടെ 1-2 ദിവസം അവിടെ ചെലവഴിച്ച് യാത്ര മുന്നോട്ട് പോകും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഏതാണ്ട് 11 ദിവസം ചെലവഴിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും മണിപ്പൂർ കലാപം അടക്കം കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഏതാണ്ട് 136 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഭാരത് ജോഡോ യാത്ര ഇത്തവണ 66 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത്. ബസ്സിലും അതോടൊപ്പം തന്നെ കാൽനടയുമായാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. കനത്ത സുരക്ഷ ഇതിനും തന്നെ മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് യാത്ര തുടങ്ങാനായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. പക്ഷേ ഇംഫാലിലെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തൗബാലിലേക്ക് വേദി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായ ഒരു സാഹചര്യം അസമിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ അസം അടക്കമുള്ള മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് അതാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിൽ നിന്ന് തുടക്കമാകും. 12:30 തൗബാലിൽ നിന്ന് യാത്ര ആരംഭിക്കും. മണിപ്പൂരിൽ നിന്ന് നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഇന്ത്യ മുന്നണിക്ക് കൺവീനർ സ്ഥാനം വേണ്ട എന്ന് നേതാക്കന്മാർ. മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ ഉൾപ്പെടുത്തിയ ഒരു സമിതി ഏകോപനം നിർവഹണം എന്ന നിർദ്ദേശമാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉയർന്നു വന്നത്. മമതാ ബാനർജിയുടെ അതൃപ്തി കണക്കിലെടുത്താണ് നിതീഷ് കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാതിരുന്നത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കായി മല്ലികാർജ്ജുൻ ഖർഗെ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കളുമായി പ്രത്യേകം ചർച്ചകൾ നടത്തും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഉപാധിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ഇന്നുണ്ടായിരിക്കും. ബംഗാളിൽ കോൺഗ്രസിന് 3 സീറ്റുകൾ നൽകുന്നതിന് പകരം അസമിൽ 2ഉം മേഘാലയയിൽ 1 സീറ്റും വേണമെന്നാണ് തൃണമൂലിന്റെ ഉപാധി. മകരവിളക്ക് നാളെ. മകരവിളക്കിന് തലേ ദിവസം ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. 12,000 പേരാണ് ഇതുവരെ സന്നിധാനത്ത് എത്തിയത്. മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തമ്പടിക്കുന്നതിനാൽ വലിയ സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഉഷപൂജയ്ക്ക് ശേഷം ഇന്ന് ബിംബ ശുദ്ധിക്രിയ നടക്കും. അരുൺ പാറയ്ക്കലുണ്ട് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ മകരജ്യോതി ദർശനവുമായി അവിടെ ഒരുക്കിയിട്ടുള്ളത്? ഗോപിക, മകരവിളക്കിന് തലേ ദിവസമാണ് ഭക്തജന പ്രവാഹം ഉണ്ടാവുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ പുലർച്ചെ മുതൽ തിരക്കിന് അല്പം കുറവുണ്ടായിരുന്നു. എന്നാൽ 18ാം പടി കയറുന്ന ആളുകളുടെ നിലവിലെ എണ്ണം 4700 മുകളിലേക്ക് കടന്നിരിക്കുന്നു. മണിക്കൂറിൽ 4700 മുകളിലേക്കുള്ള ആളുകൾ 18ാം പടി കയറുന്നു എന്നുള്ളതാണ്.
കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സ്വല്പം തിരക്ക് വർധനമുണ്ട്. ഫ്ലൈ ഓവറൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിറയുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഈ സന്നിധാനത്ത് ഉള്ളത്. ആളുകൾ കൂടി വരുന്നു. പക്ഷേ മരക്കുട്ട് മുതൽ തിരക്കൊന്നുമില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തിരക്ക് അല്പസമയത്തിനകം കുറയുമോ എന്ന ഒരു കാര്യവും നോക്കേണ്ടതുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമാണ് സന്നിധാനം എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഈ പർണശാലകളൊക്കെ കെട്ടിക്കൊണ്ട് ഇവിടെ എത്തുന്ന ഭക്തർ നാളേക്ക് മകരജ്യോതി ദർശിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഒരുക്കി കഴിഞ്ഞു. അവർ പല സ്ഥലങ്ങളിലും നടക്കുന്ന വഴികളിലടക്കം ഭക്തർ വിരിവെക്കുന്ന ഒരു കാഴ്ചയാണ് സന്നിധാനത്ത് ഉള്ളത്. വലിയ തിരക്ക് പുറത്ത്, അതായത് സോപാനത്തിന് പുറത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാളെ 2 ലക്ഷത്തോളം ആളുകൾ ഭക്തജനങ്ങൾ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തുണ്ടാവുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്തജന പ്രവാഹം കണക്കിലെടുത്തുകൊണ്ട് എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും ദേവസ്വം ബോർഡും പോലീസും മറ്റു വകുപ്പുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. 2500 പോലീസുകാരെയാണ് നാളത്തെ ദിവസം, അതായത് മകരജ്യോതി ദർശന ദിവസം സുരക്ഷയ്ക്കായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും നിയോഗിച്ചിട്ടുള്ളത്. ഈ പാണ്ടിത്താവളം മുതൽ ഈ 10 വ്യൂ പോയിന്റുകളാണ് ഈ മകരജ്യോതി ദർശനത്തിനായുള്ളത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ദേവസ്വം ബോർഡ് 350-ലധികം ജീവനക്കാരെ പുതുതായി അയ്യപ്പന്മാർക്ക് സഹായം നൽകാൻ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് 7:45 ഉഷപൂജയുണ്ട്. അതിനുശേഷമായിരിക്കും ബിംബശുദ്ധിക്രിയ നടക്കുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. മകരവിളക്കിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഗോപിക, അരുൺ പാറക്കിലാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മകരവിളക്ക് ദർശനത്തിനുള്ള കാത്തിരിപ്പിലാണ് ശബരിമല തീർത്ഥാടകർ. പർണശാലകൾ ഭക്തി നിർഭരമായി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും മറ്റു കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ലാഹയിലെ വനംവകുപ്പ് സത്രത്തിൽ എത്തും. നാളെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങിയതോടെ ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഇന്ന് ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകൾ നടക്കും. നാളെ പുലർച്ചെ സംക്രമ സമയമായ 2:46 പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് വിശേഷാൽ അഭിഷേകം നടത്തും. കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കൊണ്ടാടുവാനായിട്ട് എല്ലാ ജീവനക്കാരും മറ്റ് സംഘാടകരും എല്ലാവരും അഹോരാത്രം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. 15-ാം തീയതി അതുപോലെ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലെ പോലെ തന്നെ രാവിലെ സംക്രമ പൂജ, അഭിഷേകം, വൈകിട്ട് ദീപാരാധന, തിരുവാഭരണം ചാർത്തി ദീപാരാധന എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പന്മാർ സന്നിധാനത്ത് പർണശാലകൾ കെട്ടി തമ്പടിച്ചു കഴിഞ്ഞു. മകരജ്യോതി ദർശനത്തിനായി 10 വ്യൂ പോയിന്റുകളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡ് 350 ജീവനക്കാരെ അധികമായി നിയോഗിച്ചിട്ടുണ്ട്. മകരവിളക്കിന് 2 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തുമെന്ന് കണക്കാക്കുന്നതിനാൽ മറ്റ് വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാരും സന്നിധാനത്ത് സജീവമാണ്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ട് ലാഹ വനം വകുപ്പ് സത്രത്തിൽ തങ്ങും. നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സോപാനത്തെത്തും. 24 സന്നിധാനം. ശബരിമല തീർത്ഥാടന കാലത്തെ നോവുന്ന ഓർമ്മയാണ് പുല്ലുമേട് ദുരന്തം. 13 വർഷം മുൻപ് ഇതേ ദിവസമാണ് തിക്കിലും തിരക്കിലും പെട്ട് 102 പേർക്ക് ജീവൻ നഷ്ടമായത്. അതിനുശേഷം മകരവിളക്ക് മഹോത്സവത്തിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അതീവ ശ്രദ്ധ പുലർത്തുന്നു. 2011 ജനുവരി 14 രാത്രി 7:30 മകരജ്യോതി ദർശിച്ചു മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. വെളിച്ചക്കുറവും അശാസ്ത്രീയ പാർക്കിങ്ങും പോലീസുകാരുടെ എണ്ണത്തിലുണ്ടായ കുറവുമാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയതെന്നാണ് വിമർശനം. കുട്ടികൾ ഉൾപ്പെടെ 102 പേർക്ക് പുല്ലുമേട്ടിൽ ജീവൻ നഷ്ടമായി. ദുരന്തത്തിന് കാരണം സർക്കാർ വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണെന്ന് ജസ്റ്റിസ് NR ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ വർഷങ്ങളിൽ കനത്ത സുരക്ഷയാണ് പുല്ലുമേട്ടിൽ ഒരുക്കുന്നത്. ഇത്തവണ മകരവിളക്ക് ദർശനത്തിനെത്തുന്ന ഭക്തരെ നിയന്ത്രിക്കാൻ 1400 പോലീസുകാർ ഉണ്ടാകും. മകരവിളക്കിനോടനുബന്ധിച്ച് ഇടുക്കിയിൽ 16ഓളം സെക്ടറിലായി ഡിവൈഡ് ചെയ്തിട്ട് 1400ഓളം പോലീസുകാരെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. 6 ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ പുൽമേട് ഭാഗങ്ങൾ കൃത്യമായ പോലീസ് സുരക്ഷ ജില്ലാ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. മറ്റ് വ്യൂ പോയിന്റ്സായ പാഞ്ചാലിമേടും പരുന്തുംപാറയിലും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുമളിയിൽ നിന്ന് 65 KSRTC സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സർവീസ്. വള്ളക്കടവിൽ നിന്നും പുല്ലുമേട് ടോപ്പ് വരെ ഓരോ കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ്, മെഡിക്കൽ സേവനം, കുടിവെള്ളം എന്നിവയും ഉറപ്പാക്കിയിട്ടുണ്ട്. 24 ഇടുക്കി.
മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം സജീവ ചർച്ചയാക്കാൻ പ്രതിപക്ഷ നീക്കം. വിഷയം അവഗണിക്കാനാണ് CPIM തീരുമാനം. നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടുണ്ട് എന്നും പുതിയ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും CPIM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു. എന്നാൽ CPIM-ഉം BJP-യും മുൻധാരണ പ്രകാരം നാടകം കളിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മുഖ്യമന്ത്രിയും സർക്കാരിനെയും കടന്നാക്രമിക്കാൻ BJP-യും വിഷയം രാഷ്ട്രീയ ആയുധമാക്കും. MV ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടാൻ CPIM. ജാമ്യം കിട്ടാൻ രാഹുൽ വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് നിർമ്മിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചിരുന്നു. പ്രസ്താവന അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നു. വാർത്താസമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യമുണ്ട്. മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നും വിഷയത്തെ നിയമപരമായി മാത്രം പരിഗണിച്ചാൽ മതിയെന്നും CPIM തീരുമാനിച്ചു. കണ്ണൂരിൽ കളക്ടറേറ്റ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ വനിതാ കമ്മീഷനെ സമീപിച്ച് യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം സെക്രട്ടറി റിയ നാരായണൻ. മുടിയിൽ ചവിട്ടുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. സംസ്ഥാന ദേശീയ വനിതാ കമ്മീഷനുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. നീതി ലഭിച്ചില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും റിയ നാരായണൻ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് വനിതാ നേതാക്കൾക്ക് മർദ്ദനമേറ്റത്. ബലപ്രയോഗത്തിനിടെ നിലത്തുവീണ അഴീക്കോട് മണ്ഡലം ഭാരവാഹി റിയ നാരായണന്റെ മുടി പോലീസ് ചവിട്ടിപ്പിടിച്ചു. വസ്ത്രം വലിച്ചുകീറി. ജീന, മഹിത മോഹൻ എന്നിവരടക്കമുള്ള മറ്റു വനിതാ നേതാക്കൾക്കും പരിക്കേറ്റു. നീതി ലഭിക്കും വരെ നിയമപോരാട്ടമെന്ന് റിയ. ഞാൻ ദേശീയ വനിതാ കമ്മീഷനിലും സംസ്ഥാന വനിതാ കമ്മീഷനിലും ഇന്ന് തന്നെ പരാതി കൊടുക്കും. അതുകൂടാതെ പോലീസ് സ്വമേധയാ കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് പ്രതിഷേധിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ക്രൂരമായ അതിക്രമം നേരിട്ടുവെന്ന് ആരോപണം. ഡ്രസ്സ് വലിച്ചു കയറുക, മുടിയിൽ ചവിട്ടിപ്പിടിക്കുക, ഇതൊന്നും മുടിയിൽ ചവിട്ടിപ്പിടിക്കുന്നത് ഒരു പുരുഷ പോലീസ് കൂടിയാണ്. അപ്പോൾ ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി എന്താ പറയുക, അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. എനിക്ക് വേദന എടുക്കുന്നുണ്ട്. എന്നെ മുടിയിൽ നിന്ന് വിടാൻ പറഞ്ഞിട്ടും അവർ വിടാതെ മുടി ചവിട്ടി പിടിച്ചിട്ട് എന്നെ എഴുന്നേൽപ്പിക്കാനാണ് നോക്കുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചികിത്സയിൽ തുടരുകയാണ്. 24 കണ്ണൂർ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കി UDF. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ജില്ലാ നേതൃയോഗം നടന്നു. സീറ്റ് ഉറപ്പിച്ച കേരള കോൺഗ്രസ് റബ്ബർ വിഷയത്തിൽ ഊന്നിയാണ് പ്രചാരണത്തിലേക്ക് കടക്കുന്നത്. ശക്തി കേന്ദ്രമായ കോട്ടയത്ത് ഒരിക്കൽ കൂടി കരുത്തു തെളിയിക്കാനാണ് UDF തയ്യാറെടുക്കുന്നത്. പാർട്ടിയിലെ പിണക്കങ്ങൾ മറന്ന് അതുകൊണ്ട് തന്നെ കോൺഗ്രസും ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം ചേർന്നു. റബ്ബർ വിഷയത്തിൽ കേരള കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് UDFന്റെ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ സമീപനവുമാണ് റബ്ബർ കർഷകരെ ഈ പ്രയാസത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കുന്നതുവരെ റബ്ബർ കർഷകരോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. കേരള കോൺഗ്രസ് പിളർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാന പോരാട്ടത്തിനാണ് ജോസഫ് വിഭാഗം ശ്രമിക്കുന്നത്. റബ്ബർ കർഷകരുടെ വിഷയം തന്നെ സജീവ ചർച്ചയാക്കി നേട്ടം കൊയ്യാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് റബ്ബർ കർഷക ലോങ് മാർച്ചും സംഘടിപ്പിച്ചു. കർഷകരുടെ ദുരിതം മാറ്റുവാനുള്ള സമരവുമായി, പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാരുടെ ഇന്നത്തെ പ്രതിസന്ധി പരിഹരിക്കുന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ്, PC തോമസ് തുടങ്ങിയവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിനും താൽപ്പര്യം ഇവരെ തന്നെയാണ്. 24 കോട്ടയം. അധികാരപ്രയോഗത്തിനും വ്യക്തിപൂജയ്ക്കുമെതിരെ MT വാസുദേവൻ നായർ ഉന്നയിച്ച വിമർശനത്തിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. MT ഉന്നയിച്ചത് CPIM-നെയും മുഖ്യമന്ത്രിയുമാണെന്ന് ആവർത്തിക്കുകയാണ് UDF-ഉം BJP-യും. വിഷയം പ്രതികരിച്ച് പെരുപ്പിക്കേണ്ടതില്ല എന്നാണ് CPIM-ന്റെ തീരുമാനം. MT-യും ഇതുവരെ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 7ാം പതിപ്പ് ഇന്ന് അവസാനിക്കും.
ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം 100ാം ദിവസത്തിലേക്ക്. ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് ടെൽ അവീവിൽ കുടുംബാംഗങ്ങൾ പ്രതിഷേധിച്ചു. യുദ്ധം 100 ദിവസം പിന്നിടുമ്പോഴാണ് കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയത്. ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ആക്രമണം നടത്തി. ആക്രമണ വിവരം അമേരിക്ക ഇറാനെ അറിയിച്ചതായി പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ ഹൂതികൾ നിഷേധിച്ചു. അതിനിടെ യുദ്ധകാല ക്യാബിനറ്റിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തിരികെ എത്തി. ഗസയിൽ അടിയന്തര സഹായം എത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഗാലന്റ് സൈനിക ആസ്ഥാനത്ത് നടന്ന യോഗം ബഹിഷ്കരിച്ചിരുന്നത്. റഫേലെ ജനവാസ കേന്ദ്രത്തിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 14 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ 135 പലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ആക്രമണങ്ങളിൽ മരണസംഖ്യ 23,843 ആയി. സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്. ഓൺലൈൻ വ്യാപാര കടന്നുകയറ്റവും സംസ്ഥാന സർക്കാർ നിലപാടുകളും സംസ്ഥാന വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാണ് എന്നാണ് ആരോപണം. ഈ മാസം 29 മുതൽ ഫെബ്രുവരി 13 വരെ വ്യാപാര സംരക്ഷണ യാത്ര നടത്തും. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെന്ന് പരാതി. ചോദ്യം ചെയ്തപ്പോൾ അശ്ലീല ചിത്രങ്ങൾക്കൊപ്പം മക്കളുടെ ചിത്രം ചേർത്ത് പ്രചരിപ്പിച്ചു. തൊടുപുഴ സ്വദേശി സിമി സോയുടെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. 1.5 വർഷം മുൻപാണ് പന്നിമറ്റം സ്വദേശി സിമി സോയി മകൻ ഷാരോണിന് കാനഡയിൽ പഠനത്തിനും ജോലിക്കുമുള്ള വിസയ്ക്കായി ദുബായിൽ പ്രവർത്തിക്കുന്ന ആക്സസ് എബ്രോഡ് എന്ന സ്ഥാപനത്തെ സമീപിക്കുന്നത്. പണം നൽകിയെങ്കിലും വിസ ലഭിച്ചില്ല. ഇത് ചോദ്യം ചെയ്തതോടെ ഷാരോണിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാക്കി സഹോദരിമാരുടെ ചിത്രങ്ങൾ അശ്ലീല ചിത്രങ്ങൾക്കൊപ്പം പ്രചരിപ്പിച്ചു. പിന്നെ ഭീഷണിയായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക്ഡിനിലും എല്ലാം പോസ്റ്റ് ചെയ്യലായി. നിങ്ങളെ ഞാൻ പണി പഠിപ്പിക്കും, ആരോടാ കളിച്ചതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞായിരുന്നു നിങ്ങൾ ഫേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കും, കാരണം വേറൊരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇവർ ഭീഷണി തുടങ്ങിയത്. പിന്നെ ഫോട്ടോ ഐഡിയിലായി, പിന്നെ മെയിലായി, അങ്ങനെ എന്നും സ്ഥിരം ഭീഷണിയായി. പിന്നെ തൊടുപുഴ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും സ്റ്റേഷൻ ലിമിറ്റിന്റെ സാങ്കേതികത്വം പറഞ്ഞ കേസെടുത്തിട്ടില്ല. കുടുംബം SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ പേർ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. 24 ഇടുക്കി. 15 ലക്ഷം രൂപ മുടക്കി നീലേശ്വരം നഗരത്തിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയാകുന്നു. പ്രവർത്തനരഹിതമായി 2 വർഷം കഴിഞ്ഞിട്ടും ക്യാമറകൾ പുനഃസ്ഥാപിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന് 15 കേന്ദ്രങ്ങളിലായി നഗരസഭ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് 2018-ൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം. നഗരസഭാ ഓഫീസിൽ സദാസമയവും മോണിറ്ററിംഗ് സംവിധാനം, പോലീസിനും സഹായകമാകുന്ന പദ്ധതി എന്നിങ്ങനെ അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും പലതുണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് മിഴിയടച്ച ക്യാമറകൾ ഇപ്പോൾ തൂണിനു മുകളിലെ നോക്കുകുത്തിയാണ്. ആ CCTV ക്യാമറകൾ വീണ്ടും റിപ്പയർ ചെയ്തുകൊണ്ട് പരിപാലിക്കണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ ഭരണാധികാരികൾ അതൊന്നും ചെവി കൊള്ളാതെ മാറി നിൽക്കുകയും ഇത്രയും വലിയ തുക ചെലവിട്ട ഈ പദ്ധതി അവിടെ മൺമറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. 3 വർഷം വരെ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്തം ഉണ്ടായിട്ടും കരാറുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നഗരസഭ അതിനായി സമ്മർദ്ദം ചെലുത്തിയിട്ടുമില്ല. ലക്ഷങ്ങൾ മുടക്കി പാഴായ പദ്ധതികളുടെ പട്ടികയിലേക്ക് ഒന്നുകൂടി എഴുതി ചേർക്കാം. 24 കാസർഗോഡ്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അവഗണന തുടർന്നതോടെ തകർന്ന റോഡ് നാട്ടുകാർ തന്നെ നന്നാക്കി. തൃശൂർ ആലങ്ങോട്ട് പീച്ചാമ്പിള്ളി റോഡാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി പൊതുജനം സഞ്ചാരയോഗ്യമാക്കിയത്. ഒരു വശം തൃക്കൂർ പഞ്ചായത്തും മറുവശം അളഗപ്പ നഗർ പഞ്ചായത്തും. ഇതിനിടയിൽ 2.5 കിലോമീറ്റർ നീളത്തിൽ ആലങ്ങോട് പീച്ചാമ്പിള്ളി റോഡ്. 12 വർഷമായി ഈ റോഡിങ്ങനെ ടാറിളകി തകർന്നു കിടക്കുന്നു. പലതവണ അപേക്ഷയുമായി നാട്ടുകാർ പഞ്ചായത്തിനെ സമീപിച്ചു. റോഡ് നന്നാക്കാനുള്ള ഫണ്ടില്ലെന്നാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ മറുപടി. ഒടുവിൽ ഗതികെട്ട് നാട്ടുകാർ തന്നെ റോഡിലെ കുഴിമൂടാൻ JCB-യുമായി ഇറങ്ങി. റോഡ് പാടെ തകർന്ന് വാഹനയാത്ര അസാധ്യമായതോടെയാണ് പ്രദേശവാസികൾ തന്നെ മണ്ണിടാൻ മുന്നിട്ടിറങ്ങിയത്. ഓട്ടോറിക്ഷ പോലും വരാത്ത അവസ്ഥയായിരുന്നു ഇവിടെ.
ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ജനങ്ങൾ തന്നെ തീരുമാനം എടുക്കുക ചെയ്ത്. കാരണം ഞങ്ങൾക്ക് ഇതിൽ നടക്കണ്ടേ, എല്ലാവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ താമസിക്കാനുള്ള സൗകര്യമുള്ള സ്ഥിതിക്ക് അവിടേക്ക് പോകണം. അപ്പോൾ റോഡില്ലെങ്കിൽ ഒരു കാരണവശാലും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു, JCB വിളിച്ച് എല്ലാവരും കയ്യിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് നികത്തി പോകാമെന്ന് വിചാരിച്ചു. പഞ്ചായത്തിലും കൊടുത്തു, ബ്ലോക്കിലും കൊടുത്തു, അങ്ങനെ ഒരുപാട് പരാതികൾ കൊടുത്തു. പക്ഷേ അതിനൊന്നും ഒരു മറുപടിയും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഫണ്ടും അനുവദിച്ചു തന്നിട്ടില്ല. റോഡിൽ മണ്ണിട്ട് കുഴികളടച്ച് താൽക്കാലിക പരിഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡ് പൂർണ്ണമായും നന്നാക്കാൻ പഞ്ചായത്തും MLAയും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തൃശൂർ. കോഴിക്കോട് കോടഞ്ചേരിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല കാട്ടുപന്നികൾ എത്തുന്നത്, ജനവാസ മേഖലകളിലും ഇവ എത്തുകയാണ്. കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേലി കെട്ടിയിരുന്നെങ്കിലും അതെല്ലാം തകർത്തുകൊണ്ടാണ് പന്നിക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത്. പലരും പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. ഞാനിവിടെ 6 വർഷമായിട്ട് പാട്ടത്തിനെടുത്ത് ഇവിടെ കൃഷി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പന്നിശല്യം കാരണം ആണ് ഇപ്പോൾ ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത്. എനിക്കൊരു 30,000 രൂപയുടെ നഷ്ടം ഇപ്പം ഒരു ദിവസം കൊണ്ടുണ്ടായി. ഒരു 200 ചോടോളം കപ്പ 250 ചോട് കുറച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റ രാത്രി കൊണ്ട് വന്ന് എല്ലാം കുത്തി നിർത്തി മാന്തി. ഇവിടെ പ്രദേശം മുഴുവൻ പന്നിശല്യം. വാഴ, ചേമ്പ്, കാച്ചിൽ, കപ്പ എന്നിവയാണ് നശിപ്പിക്കുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് മലയോരത്തെ ജനം. കടം വാങ്ങിയിറക്കിയ കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് വേദനയോടെയാണ് ഇവർ നോക്കി നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഏത് കൃഷി ചെയ്താലും ഇപ്പം കാട്ടുപന്നികളെയും കൊണ്ട് അതിരൂക്ഷമായ കാട്ടുപന്നി ശല്യമാണ്. കാരണം എന്ത് കൃഷി ചെയ്താലും കിട്ടിയാലാത്ത ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കൃഷിയാണ് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം. ഞങ്ങളുടെ കാരണവന്മാർ തന്നെ കൃഷി കൊണ്ടാണ് ജീവിച്ച് ഞങ്ങളെ ഇത്രത്തോളം ആക്കിയത്. ആ ഒരു പിന്തുടർച്ച പോലെ ഞങ്ങളിവിടെ തുടർന്നുകൊണ്ട് വന്നതാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ യാതൊരു വിധത്തിലുമുള്ള നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. കൃഷി സംരക്ഷിക്കാൻ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. 24 കോഴിക്കോട്. പ്രൊഫസർ MK സാനുവിന്റെ പേരിലുള്ള പുരസ്കാരം നടൻ മോഹൻലാൽ MT വാസുദേവൻ നായർക്ക് സമർപ്പിച്ചു. കൊച്ചിയിലായിരുന്നു പുരസ്കാര സമർപ്പണം. മോഹൻലാലിനെ കുറിച്ച് MK സാനു എഴുതിയ പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. MK സാനുമാഷ്, മോഹൻലാൽ, സത്യൻ അന്തിക്കാട്, M ജയചന്ദ്രൻ അതുല്യ പ്രതിഭകളാൽ സമ്പന്നമായിരുന്നു പുരസ്കാരദാന ചടങ്ങ്. MD വാസുദേവൻ നായർക്ക് വേണ്ടി സുഹൃത്ത് നടൻ മോഹൻലാലിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. മോഹൻലാൽ അഭിനയകലയിൽ ഇതിഹാസം എന്ന പേരിൽ MK സാനുമാഷ് രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം, അതിൻ്റെ പ്രശസ്തിയുടെ പ്രകാശം, അതിൻ്റെ മധ്യത്തിലും ആരും അറിയാതെ, അതാണല്ലോ ബൈബിളിൽ പറയുന്നത്, വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയരുത്, ആ പുണ്യം നേടുന്ന ഒരു വ്യക്തി കൂടിയാണ്. 96 കഴിയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതണം എന്നുണ്ടെങ്കിൽ ഈ കൈകൾ, കോച്ചുന്ന കൈകൾ, അന്ധതയുടെ ദൃഷ്ടിയുള്ളത് ഡേവിഡ് തോമസ് വായിച്ചു. എന്തു പറയും നിങ്ങളെ? ജഗദീശ്വരന്റെ അനുഗ്രഹം. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി ഉദ്ധരിച്ച സാനുമാഷിന് മോഹൻലാലിന്റെ നന്ദി. ശ്രീ ടാഗോർ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ, ഞാനും ഒരു പാഴ് വസ്തുവാണ്, അങ്ങയുടെ കൈകൊണ്ട് അതിനെ മനോഹരമാക്കിയ ആൾക്കാരുടെ മുമ്പിൽ MT സാറ് ഇവിടെ ഇല്ല, എന്നാലും അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്നൊരു തോന്നൽ. നമ്മുടെ ഭാഷയിൽ ലോക സാഹിത്യത്തെ ഭൂപടത്തിലെത്തിച്ച ശ്രീ MT വാസുദേവൻ നായർ സാറും, നിരൂപണ സാഹിത്യത്തിലെ കുലപതികളിൽ ഒരാളും അധ്യാപക ശ്രേഷ്ഠനുമായ ശ്രീ MK സാനുമാഷും, അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം ഇങ്ങനൊരു വേദി അവരോടൊപ്പം പങ്കിടാനാകുക എന്നത് എനിക്കൊരു അനുഗ്രഹമാണ്, മഹാവിസ്മയമാണ്. പുസ്തകത്തിന്റെ ആദ്യ പ്രതി അമൃത ചീഫ് പ്രൊജക്ട് കൺട്രോളർ സുരേഷ് കുമാർ ഏറ്റുവാങ്ങി. 24 കൊച്ചി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. പരമ്പര സ്വന്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ ടീം ഇന്ന് കളത്തിലിറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ നേടിയ 6 വിക്കറ്റിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം. വിരാട് കോഹ്ലി തിരിച്ചുവരുന്നതോടെ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മലയാളി താരം സഞ്ജു സാംസൺ കളത്തിലിറങ്ങുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളി ആരാധകർ.
മറുവശത്ത് അഫ്ഗാനിസ്ഥാന് ജീവൻ മരണ പോരാട്ടമാണ്. പരമ്പരയിൽ പ്രതീക്ഷ നിലനിർത്താൻ വിജയത്തിൽ കുറഞ്ഞൊന്നും അഫ്ഗാനിസ്ഥാൻ പ്രതീക്ഷിക്കുന്നില്ല. രാത്രി 7-ന് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് മത്സരം. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.